ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും നിലവിൽ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറുമായിരുന്ന മുരാരി ബാബുവിന്റെ അറസ്റ്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും വൻ കോളിളക്കമുണ്ടാക്കിയിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പത്തനംതിട്ട ജില്ലയിലെ പെരുന്നയിലുള്ള വീട്ടിൽ വെച്ചായിരുന്നു നാടകീയമായ അറസ്റ്റ്. പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം വിശദമായ മൊഴിയെടുക്കുന്നതിനായി മുരാരി ബാബുവിനെ അടിയന്തരമായി തിരുവനന്തപുരത്ത് എത്തിച്ചു. ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി കടത്തിയ കേസിലാണ് മുരാരി ബാബു അറസ്റ്റിലായത്. ഈ കേസിലെ 2ാം പ്രതിയാണ് അദ്ദേഹം. സംഭവത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും കേസിൽ ഉൾപ്പെട്ട മറ്റു വ്യക്തികളെക്കുറിച്ചുള്ള സൂചനകൾ ലഭിക്കുന്നതിനും മുരാരി ബാബുവിന്റെ ചോദ്യം ചെയ്യലിൽ നിർണായകമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. നിലവിൽ കസ്റ്റഡിയിലെടുത്ത മുരാരി ബാബുവിനെ കേസിലെ 1ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്തെ ചോദ്യം ചെയ്യലിന് ശേഷം മുരാരി ബാബുവിനെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് കോന്നിയിലെ കോടതിയിൽ ഹാജരാക്കുകയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യും. പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചാൽ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യൽ നടക്കും. ഈ കേസിൽ തൊണ്ടി മുതൽ കണ്ടെത്തേണ്ടതുണ്ട്. കൂടാതെ മുരാരി ബാബു ആർക്കു വേണ്ടിയാണ് ഈ കവർച്ചാ ഗൂഢാലോചനയിൽ പങ്കെടുത്തത് എന്നത് ഉൾപ്പെടെയുള്ള നിർണായക വിവരങ്ങളിലും വ്യക്തത വരുത്തേണ്ടതുണ്ട്. സ്വർണ്ണപ്പാളി കടത്തിയ സംഭവത്തിൽ മുരാരി ബാബുവിന്റെ പങ്ക് വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിനെതിരായ ദേവസ്വം ബോർഡ് നടപടി. ശബരിമല ശ്രീകോവിലിന്റെ ഇരുവശത്തുമുള്ള സ്വർണം പൂശിയ ദ്വാരപാലക ശില്പപാളികളിൽ ചെമ്പ് തകിടെന്ന് തെറ്റായി മഹസറിൽ രേഖപ്പെടുത്തിയത് മുരാരി ബാബു ആയിരുന്നു. ഈ ഗുരുതരമായ വീഴ്ചയെ തുടർന്നാണ് ദേവസ്വം ബോർഡ് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. ഹരിപ്പാട് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരിക്കെയായിരുന്നു ഈ സസ്പെൻഷൻ നടപടി. ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് മുരാരി ബാബു തനിക്കെതിരായ വാദങ്ങളെ പ്രതിരോധിച്ചിരുന്നു. തനിക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്നും ചെമ്പ് തെളിഞ്ഞത് കൊണ്ടാണ് വീണ്ടും സ്വർണം പൂശാൻ നൽകിയതെന്നുമാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. താൻ നൽകിയത് ഒരു പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണെന്നും അന്തിമ പരിശോധനയ്ക്ക് ശേഷം അനുമതി നൽകുന്നത് തനിക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥരാണെന്നും അദ്ദേഹം വിശദീകരിച്ചിരുന്നു. എന്നാൽ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ 2019 പാളികൾ പോറ്റിയെ ഏൽപ്പിക്കുന്ന സമയത്ത് ചെമ്പ് പാളി എന്ന് എഴുതാൻ നിർദ്ദേശം നൽകിയത് ഇദ്ദേഹമാണെന്ന് കണ്ടെത്തിയിരുന്നു. സ്വർണ്ണക്കൊള്ള കേസിൽ ഗൂഢാലോചനയുടെ ആഴം വലുതാണെന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കേസിലെ മറ്റ് പ്രതികളിലേക്കും അന്വേഷണം നീളുകയാണ്. മോഷ്ടിച്ച സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയെന്ന് കരുതുന്ന ബംഗളൂരു സ്വദേശി കൽപേഷ്, ഹൈദരാബാദിൽ സ്വർണ്ണപ്പണികൾ ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമയായ നാഗേഷ് എന്നിവരെ ഉടൻ കസ്റ്റഡിയിലെടുക്കും. കൂടാതെ സ്വർണം വേർതിരിച്ച് നൽകിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിനും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സ്ഥാപനത്തിന്റെ ഉടമ പങ്കജ് ഭണ്ഡാരിയും നാഗേഷും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നും വിവരമുണ്ട്. മുരാരി ബാബുവിന്റെ അറസ്റ്റ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെയും സമുദായ സംഘടനയും കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. NSS പെരുന്ന കരയോഗം വൈസ് പ്രസിഡന്റായിരുന്നു മുരാരി ബാബു. വിവാദങ്ങൾ രൂക്ഷമായതോടെ ഇദ്ദേഹം ഈ പദവി രാജിവെച്ചിരുന്നു. അറസ്റ്റ് ഉറപ്പായതോടെ NSS നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് രാജി ആവശ്യപ്പെട്ടതും എഴുതി വാങ്ങിയതും. അടുത്ത കാലം വരെ സുകുമാരൻ നായരുടെ അടുത്ത അനുയായി എന്നാണ് മുരാരി ബാബു അറിയപ്പെട്ടിരുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്താൻ മുരാരി ബാബു ആഗ്രഹിച്ചിരുന്നുവെന്നും അതിനായുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് NSS പെരുന്ന കരയോഗം വൈസ് പ്രസിഡന്റ് പദവി ഏറ്റെടുത്തതെന്നുമാണ് പുറത്തുവരുന്ന വിവരം. ഇടത് സർക്കാരുമായി NSS അടുത്തതോടെ ഈ പ്രതീക്ഷകൾക്ക് ചിറക് മുളച്ചു. ദേവസ്വത്തിൽ നിന്നും വിരമിച്ച ശേഷം അടുത്ത ഭരണസമിതിയുടെ അധ്യക്ഷനാവാമെന്ന് ഇദ്ദേഹം കണക്ക് കൂട്ടിയിരുന്നു. NSSനെ ഇടത് സർക്കാരുമായി അടുപ്പിക്കുന്നതിലും മുരാരി ബാബു നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ സർക്കാരിനൊപ്പം NSSനെ എത്തിച്ചതിന് പിന്നിലെ രഹസ്യ ചാലശക്തി മുരാരി ബാബു ആയിരുന്നു. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും കോട്ടയത്തെ മന്ത്രി VN വാസവനും ഇക്കാര്യത്തിൽ പ്രത്യക്ഷ അവകാശവാദങ്ങൾ ഉന്നയിച്ചപ്പോൾ പിന്നണിയിൽ പ്രവർത്തിച്ചത് ഇദ്ദേഹമായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബു പ്രതിയായത് NSS ആസ്ഥാനത്തെ ഞെട്ടിച്ചു. നിലവിലെ സാഹചര്യത്തിൽ ശബരിമല വിഷയങ്ങളിലൊന്നും NSS ഇടപെടേണ്ടതില്ലെന്നും മൗനം പാലിക്കുമെന്നും നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടെ സുകുമാരൻ നായർക്കെതിരെ പെരുന്നയിൽ പ്രതിഷേധ പ്രകടനങ്ങൾ അടക്കം നടന്നിരുന്നു. ഇദ്ദേഹത്തിന്റെ അടുത്ത അനുയായി ആരോപണ വിധേയനായത് സമുദായത്തിന് വലിയ നാണക്കേടുണ്ടാക്കി. മുരാരി ബാബു ജോലി ചെയ്ത് പല സ്ഥലത്തും അഴിമതികൾ നടന്നുവെന്ന ആരോപണങ്ങൾ സ്വർണ്ണക്കൊള്ള കേസിനെ തുടർന്ന് പുറത്തു വന്നിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ആക്ഷേപം. ആനകളെ എഴുന്നള്ളിപ്പിക്കാൻ സ്പോൺസർമാരിൽ നിന്ന് വലിയ തുക വാങ്ങുകയും എന്നാൽ ആന ഉടമകൾക്ക് നാമമാത്രമായ തുക മാത്രം നൽകുകയും ചെയ്തുകൊണ്ട് ബാക്കി തുകയിൽ ക്രമക്കേട് നടന്നുവെന്നാണ് സൂചന. ഒരേ ആനയെ തന്നെ പല ചടങ്ങുകൾക്കായി ഉപയോഗിക്കുകയും ഓരോ ചടങ്ങിനും സ്പോൺസർമാരിൽ നിന്ന് പ്രത്യേകം തുക കൈപ്പറ്റുകയും ചെയ്യുന്നതായിരുന്നു ഈ അഴിമതിയുടെ രീതി. 10 ചടങ്ങുണ്ടെങ്കിൽ 10 സ്പോൺസർമാരിൽ നിന്ന് പണം സ്വീകരിക്കുമെങ്കിലും ഉടമയ്ക്ക് ഒരു തുക മാത്രമേ നൽകുകയുള്ളൂ. ബാക്കിയുള്ള തുക ഇടനില നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ കൈവശപ്പെടുത്തും.
ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനെതിരായ സ്വർണ്ണക്കൊള്ളക്കേസിലെ അറസ്റ്റ് പൊതുജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ട ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ അഴിമതിയിൽ കുടുങ്ങിയത് ഏറെ ചർച്ചയാവുകയാണ്. അന്വേഷണം നീതിയുക്തമായി നടക്കണമെന്നും കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കണമെന്നുമാണ് പൊതുജനങ്ങളുടെ ആവശ്യം.